എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചേ? ഈ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്ത് വാടക വീടുണ്ട്, വാടകയ്ക്ക് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് വന്നപ്പോൾ ഇത് ഒരു 5 സെന്റ് ഉള്ളൂ ആക്ച്വലി. ഒരു ദിവസം എത്ര കേസുകളുണ്ടാവും അങ്ങനെ വരുന്നത്? ഡൊമസ്റ്റിക് വയലൻസ് ചില ദിവസങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 8ഉം 10ഉം കേസുകളുണ്ടാവും. ചില കേസുകൾ ചിലതൊക്കെ വന്ന് ചോദിച്ചു പോകുന്നതായിരിക്കും, ചിലത് മണിക്കൂർ സംസാരിക്കേണ്ടി വരും. ചിലത് പഴയ കേസുകളായിരിക്കും, വിളിച്ച കേസുകളായിരിക്കും. ഇപ്പൊ ഒരാളെ കൗൺസിൽ ചെയ്ത് തിരിച്ചു പറഞ്ഞാൽ പിന്നെ ഒരു ആഫ്റ്റർ അതിന്റെ ഒരു പ്രോസസ് എന്താണ്? ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഒരു പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഒരു 5-6 പ്രാവശ്യമെങ്കിലും വിളിപ്പിക്കണം നമ്മള്. ഇടവേളകളിൽ വിളിപ്പിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഒരു പ്രശ്നം സെറ്റിൽ ചെയ്യാം. 2004 തറക്കല്ലിട്ടു അല്ലേ രേവതി വന്നിട്ട്? അതിനുശേഷം ഇത് 2005 അവസാനമാകുമ്പോഴേക്ക് ഞങ്ങൾ ഓഫീസ് റെഡിയായി ഞങ്ങൾ താമസം. ചെടികളൊക്കെ കേട്ടോ. അന്വേഷണ ശരിക്കുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ് ശരിക്കും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങള് പ്രധാനമായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനോട് പ്രതികരിച്ചുകൊണ്ടാണ് അന്വേഷി എന്ന് പറഞ്ഞ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ 93-ലാണ് അത് രജിസ്റ്റർ ചെയ്തത്. തുടക്കം ഒരു ഓർഗനൈസേഷൻ മാഡം ബോധന അതിന് മുമ്പുള്ളതാണ്. അത് 86-87-ലാണ്. ബോധന ഇല്ലാതായതിനു ശേഷമാണ് അന്വേഷിച്ച് വരുന്നത്. ഇതങ്ങനെയല്ല, ഇതൊരു രജിസ്റ്റേർഡ് സംഘടന. പ്രസിഡന്റ് ഉണ്ട്, ഒരു സെക്രട്ടറി ഉണ്ട്, ഒരു ട്രഷറർ ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം 95 മുതലാണ് ശരിക്കും ഞങ്ങൾ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടിയത്. പ്രധാനമായിട്ടും കുടുംബങ്ങളിലെ സംഘർഷം, ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇഷ്യൂസാണ് ഞങ്ങൾ കൂടുതലും ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അത്തരം പരാതികളാണ് ഞങ്ങൾക്ക് വരുന്നത്. 2000 ജാനുവരി മുതൽ ഞങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടാൻ തുടങ്ങി. UN പോപ്പുലേഷൻ ഫണ്ടിന്റെ ഗ്രാൻഡ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് മുതൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടായി. കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, അതിന് സൈക്കോളജിയും MSW പഠിച്ച ആൾക്കാരുണ്ട്. കുട്ടികൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് ഉള്ളത്. ഈ ഇപ്പോഴത്തെ അന്വേഷണ പ്രവർത്തനങ്ങളുടെ ഒരുപാട് ഈ മിനിസ്റ്റേഴ്സിനെതിരെയൊക്കെ പറയുമ്പോൾ അവരൊക്കെ പവർഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ ത്രെട്ടുകളൊക്കെ വരാറുണ്ടോ? തീർച്ചയായിട്ടും ത്രെട്ടുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആദ്യം വധഭീഷണി ഉണ്ടായി. അത് എന്ന് വെച്ചാൽ എനിക്ക് മുമ്പ് ഞാൻ നക്സലൈറ്റ് മൂവ്മെന്റിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു ധൈര്യം കുറെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാത്രമല്ല ഈ സംഘടനയും എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് മനസ്സുകൊണ്ട്, എൻ്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ട്, ജനങ്ങൾ എൻ്റെ കൂടെയാണ്. കാരണം സത്യം ഞാൻ പറയുന്നിടത്താണ് ഉള്ളത് ജനങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പൊ കോടതി എന്ത് പറഞ്ഞാലും ഇപ്പൊ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോൽക്കുന്നു, അത് തന്നെ ഞങ്ങളുടെ വലിയൊരു വിജയമാണ്. അപ്പം ജനങ്ങളുടെ കോടതിയിൽ അദ്ദേഹം തോറ്റിരിക്കുന്നു. ഇതൊരു ഫൈറ്റാണ്. ഫൈറ്റിൽ പരാജയവും വിജയവും സാധാരണയാണ്. മാത്രമല്ല എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതാണ്. പലപ്പോഴും കോടികൾ എനിക്ക് ഓഫർ ചെയ്തു. UDF ഗവൺമെന്റ് വന്ന സമയത്ത് ഈ ചാക്ക് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കക്ഷി തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് വലിയ ഓഫർ ചെയ്തു. നിങ്ങൾ ഈ കേസ് മരവിപ്പിച്ച് നിർത്തിയാൽ മതി, നിങ്ങൾ ഈ കേസ് ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾ പിൻവലിക്കിയത് പോലും വേണ്ട, അന്വേഷി കമ്മിറ്റിയുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾ ആ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം. ഞങ്ങൾ പറഞ്ഞു അന്വേഷി കമ്മിറ്റിയുടെ കുഞ്ഞാലിക്കുട്ടിയുടെ തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അന്വേഷി കമ്മിറ്റിയിൽ വന്ന് മാപ്പ് പറയേണ്ട പ്രശ്നമില്ല. അഥവാ മാപ്പ് പറയുന്നുണ്ടെങ്കിൽ പരസ്യമായി ക്ലിന്റൺ ചെയ്ത പോലെ ജനങ്ങളോട് മാപ്പ് പറയണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കാം. ഈ തരത്തിൽ പല പ്രലോഭനങ്ങളും പലതരത്തിലുള്ള തേജോവധ ശ്രമങ്ങളും. ഇപ്പൊ അടുത്ത കാലത്തിന് ഒരു സ്പിരിറ്റ് കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് വെച്ചിട്ട് ഇപ്പോൾ ആ കേസ് തെളിഞ്ഞു വരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് അവിടെ ഒന്നും കാണുന്നില്ല സ്പിരിറ്റ് രാജാക്കന്മാരുടെ ഇടയിൽ. പക്ഷെ ഇവിടെ ഈ കോഴിക്കോട് സിറ്റി മുഴുവൻ പോസ്റ്റ് എഴുതി ഒട്ടിച്ചു കോഴിക്കോട് പൗരസമിതി. അതാരാന്ന് ആർക്കും അറിയില്ല. സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മറവിൽ മനുഷ്യരെ കൊല്ലുന്ന സ്പിരിറ്റ് കച്ചവടം ആരാ ചെയ്യുന്നത്? അന്വേഷി ചെയ്യുന്നു, അജിത ചെയ്യുന്നു. നമ്മളെ ഏതെല്ലാം തരത്തിൽ നശിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ ഡീമോറലൈസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അതൊരു വശത്ത് നടക്കും. പക്ഷെ ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് ഇത്തരം പിന്നെ ആക്രമണങ്ങൾ കൊണ്ട് ഒരിക്കലും പിന്മാറാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്ത് ഇഷ്യൂ കേൾക്കുമ്പോൾ പെട്ടെന്ന് അജിറ്റേറ്റഡ് ആകുമ്പോൾ എന്ത് തരം ഇഷ്യൂസ് ആണ് മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്? എനിക്കിപ്പോ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അന്വേഷിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഓരോ ഇഷ്യൂ കേൾക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഇപ്പം ഇന്ന് തന്നെ ഒരു ഗൾഫിൽ നിന്നുള്ള ഒരു സ്ത്രീയെ ഞങ്ങളുടെ ഇടപെടൽ മൂലം രക്ഷപ്പെട്ട് നാട്ടിലെത്തി. സന്തോഷമായി. ആ 2 ദിവസം ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഒരുപാട് ടെൻഷൻ. പിന്നെ അതോടൊപ്പം തന്നെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് അന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെന്ന് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായി. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ നമ്മളോടൊപ്പം ചേർന്നിട്ട്
ഒരു ഫൈറ്റിലേക്ക് വരുന്നത്. ഈ അവസാന നിമിഷത്തിൽ ഒരു ചതി വന്ന പോലെ തോന്നി. കാരണം ഞങ്ങൾ സ്റ്റേറ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പെറ്റീഷൻ അഡ്മിറ്റ് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതിന് സാധ്യതകൾ വളരെ കുറവാണെന്നാണ് എല്ലാ നിയമവിദഗ്ധരും പറയുന്നത്. എങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യും. സാക്ഷികൾ മുഴുവനും കോടതിയിൽ വന്നിട്ട് മൊഴി മാറ്റി പറയുന്നു. അവരൊക്കെ വില കൊടുത്ത് അവർ റെജീനയ്ക്ക് 2 വീടുണ്ട്, ആൾട്ടോ കാറുണ്ട് ഒക്കെ എങ്ങനെ വന്നു എന്നുള്ള ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. സത്യം എന്താണെന്നുള്ള ജനങ്ങൾക്കറിയാം. ജനങ്ങൾക്ക് അറിയുന്ന കാര്യം കോടതിക്ക് തെളിവല്ലല്ലോ. പക്ഷെ കോടതിക്ക് തെളിവുണ്ടായിട്ട് പോലും ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ജഡ്ജി പറഞ്ഞു അജിതായ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം ഉണ്ടാവുന്നുണ്ട്. എങ്കിലും നമ്മളുടെ ഫൈറ്റ് സത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നീതിക്ക് വേണ്ടിയിട്ടുള്ളതെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ട് ആ ഫൈറ്റിൽ നമ്മൾ തുറന്നു നിൽക്കും. ഇത്രയും തിരക്കിനിടയിൽ കുറച്ച് സമയം ഞങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി വളരെയധികം സന്തോഷമുണ്ട്. ബുദ്ധിമുട്ടിലും എനിക്കറിയാം, കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നടത്താനായിട്ട്. അതുകൊണ്ട് വളരെയധികം താങ്ക് യു വെരി മച്ച് ഈ ഷോയിൽ വരാനും ഞങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ പറഞ്ഞു തരാനും കൂടുതൽ മനസ്സിലാക്കാനുമായിട്ട്. അപ്പോൾ തിരക്കിൽ അല്പനേരം ചെലവഴിച്ചതിന് വളരെ വളരെ സന്തോഷം. എനിക്കും വളരെ സന്തോഷമുണ്ട്. രേഖേനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അമൃത ടീവിനെ മീറ്റ് ചെയ്യാൻ.